രതീഷ്, നിലവിലിപ്പോൾ സേനാ വിഭാഗങ്ങളും ഫയർഫോഴ്സ് അടക്കമുള്ള വിവിധ വകുപ്പുകളും ചേർന്ന് സംയുക്തമായി നടക്കുന്ന തിരച്ചിൽ ഇന്നത്തേക്കായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളെയും അവിടെ നിന്ന് ഇത്തരത്തിൽ ഒന്നാമത്തെ ഉരുൾപൊട്ടലുണ്ടായ സമയം തൊട്ട് ആളുകൾ മൊബിലൈസ് ചെയ്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വികിരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രം ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ഒരു പരിശോധന മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ചിലയിടങ്ങളിലൊക്കെ തന്നെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ പ്രധാനമായും ചില എസ്റ്റേറ്റുകളുടെയും അതുപോലെ തന്നെ റിസോർട്ടുകളുടെയും പരിസരങ്ങളിലായിരുന്നു ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ അവരുടെ ജീവൻ രക്ഷാർത്ഥം ഓടിക്കയറിയതായിരുന്നു. പിന്നീട് അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ ഏകദേശം 150ഓളം പേരെ ഇത്തരത്തിൽ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് സൈന്യം നമ്മൾക്ക് നൽകുന്ന വിശദീകരണം. എന്തായാലും വലിയ തോതിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു രക്ഷാദൗത്യമായിരുന്നു ആദ്യഘട്ടം തൊട്ട് തന്നെ നടന്നത്. പിന്നീട് സൈന്യം വന്നപ്പോൾ അതിന് വേഗത കൂടി. എന്നിരുന്നാലും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കാരണം ഇത്രയും സാധാരണ ആളുകൾ ഉറങ്ങുന്ന ഒരു സമയത്ത് അർദ്ധരാത്രിയിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ വലിയൊരു അപകടമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ അടുത്ത കാലത്തൊന്നും കേരളം കാണാത്ത തോതിലുണ്ടായ ഒരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി ഇപ്പം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇത്തരത്തിൽ പുഴയുടെ പ്രഭവ സ്ഥാനം തൊട്ട് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ചാലിയാറിന്റെ അഴിമുഖം വരെ ഈ ഉരുൾപൊട്ടലിന്റെ അലയൊലികൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാന രീതിയിൽ ഇവിടെ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാതായവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ വലിയ സങ്കടകരമാണ്. കാരണം പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെയൊക്കെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി ആശുപത്രികളിൽ കയറിയിറങ്ങി തങ്ങളുടെ ഉറ്റവരും ഉടയവരും അവിടെയുണ്ടോ എന്ന് അവസാനവട്ട പ്രതീക്ഷയോടുകൂടി അവിടെ